നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. 2025 രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമായ ബ്ലഡ് മൂൺ സെപ്റ്റംബർ 7 ബഹറിന്റെ ആകാശത്ത് ദൃശ്യമാകും. ഇതൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരിക്കും. ഈ സമയത്ത് ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിലുള്ള ഗോളമായും മാറും. ഈ അപൂർവ രക്തചന്ദ്രനെ ഈ വർഷത്തെ ഏറ്റവും സവിശേഷമായ ജ്യോതിശാസ്ത്ര സംഭവമായും കണക്കാക്കുന്നു. ഈ ബ്ലഡ് മൂൺ 5 മണിക്കൂറും 27 മിനിറ്റും നീളും. ബഹറിനിൽ രാത്രി 7:27 മുതൽ 10:57 വരെയാണ് ആകാശവിസ്മയം കാണാൻ സാധിക്കുക. 2018 ജൂലൈക്ക് ശേഷം ബഹറിനിൽ ദൃശ്യമാകുന്ന ആദ്യ പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് സുരക്ഷിതമായി കാണാൻ കഴിയും. ഇതെല്ലാവർക്കും, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആകാശ നിരീക്ഷകർക്കും ഒരുപോലെ കാണാനും സാധിക്കുന്ന ആകാശ വിസ്മയമാണ്. ബൈനോക്കുലറുകൾ ഉപയോഗിച്ചാൽ ചന്ദ്രഗ്രഹണം കൂടുതൽ കൃത്യതയിലും കാണാം. ഇത് ചന്ദ്രന്റെ ഉപരിതലം കൂടുതൽ വിശദമായി കാണാൻ സഹായിക്കും. ചന്ദ്രഗ്രഹണം ശരിയായി കാണാൻ നഗരവെളിച്ചത്തിൽ നിന്ന് അകലെ ഒരു തുറസായ സ്ഥലം തിരഞ്ഞെടുക്കണം. കൂടാതെ ആ പ്രദേശത്തെ കാലാവസ്ഥയും നല്ലതായിരിക്കണം. ഏഷ്യയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലും ഗ്രഹണം ദൃശ്യമാകും. ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് സിസ്റ്റത്തിന് കീഴിൽ സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഏകദേശം 1400 മുതൽ 1500 മെഗാവാട്ട് വരെ വൈദ്യുതിയും പ്രതിദിനം 30 ദശലക്ഷം ഇംപീരിയൽ ഗാലൻ കുടിവെള്ളവും ഉൽപ്പാദിപ്പിക്കാൻ ആസൂത്രിത ശേഷിയുള്ള സിത്ര ഇൻഡിപെൻഡന്റ് വാട്ടർ ആൻഡ് പവർ പ്രൊഡക്ഷൻ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു അന്താരാഷ്ട്ര ടെൻഡർ ആരംഭിച്ചതായി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി പ്രസിഡന്റ് കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് അറിയിച്ചു. ഡെവലപ്പർമാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ പ്രക്രിയ ഇവ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സ്വതന്ത്ര ജല പവർ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ വികസിപ്പിക്കുന്നതിൽ 7 പ്രമുഖ ആഗോള കമ്പനികൾ യോഗ്യത നേടിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. വൈദ്യുതി ഉൽപാദനത്തിലും റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കടൽവെള്ള ഡീസലൈനേഷനിലും ഉയർന്ന പ്രവർത്തന കാര്യക്ഷമതയും ഗുണനിലവാര മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും പുതിയ ആഗോള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പദ്ധതി വികസിപ്പിക്കുക. 600 മെഗാവാട്ട് വൈദ്യുതിയുടെയും 30 ദശലക്ഷം ഇംപീരിയൽ ഗാലൻ വെള്ളത്തിന്റെയും പ്രവർത്തന പരീക്ഷണ ഘട്ടവും പ്രാരംഭ വാണിജ്യ പ്രവർത്തനവും 2028 രണ്ടാം പാദത്തിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതും പ്ലാന്റിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനം 2029 രണ്ടാം പാദത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ബഹ്റിനിൽ വിഷൻ 2030 അവതരിപ്പിച്ച് ടാൽറോ. ബഹ്റിൻ ഡിപ്ലോമാറ്റിക് റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടന്ന ഗൾഫ് മലയാളി ഫെഡറേഷനും ടാൽറോപ്പും സംയുക്തമായി നടത്തിയ കേരളം ഒരു സിലിക്കൺ വാലി എന്ന വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണ സംഗമം ബഹ്റിനിലെ പ്രവാസി സമൂഹത്തിനിടയിൽ ടാൽറോപ്പ് ഫൗണ്ടർ അംഗവും CFOയുമായ അനസ് അബ്ദുൽ ഗഫൂർ വിശദമാക്കി. ടാൽറോപ്പ് ബഹ്റിനിൽ GMFന്റെ സഹകരണത്തോടെ നടത്തിയ വിഷൻ 2030 പരിപാടിയിലാണ് ഈ ഫൗണ്ടേഷനെ കുറിച്ച് വിശദീകരിച്ചത്. കേരളത്തിൽ നിന്നുള്ള വരും തലമുറയിലെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി കുടിയേറി പോകേണ്ടി വരില്ലെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലുടനീളമുള്ള പഞ്ചായത്തുകളിൽ തുടക്കം കുറിച്ച് വില്ലേജ് പാർക്കുകളിൽ വഴിയായി സ്കൂൾ കോളേജുകളിൽ കൂടെ ടാലന്റുകളെ കണ്ടെത്തുകയും കഴിവുള്ള കുട്ടികളെ, ഭാവി തലമുറകളെ സൃഷ്ടിച്ച ലോകത്തിന്റെ മുന്നിൽ പുതിയ സ്റ്റാർട്ടപ്പുകളും ടാൽറോപ്പിൽ നിന്ന് സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കേരളത്തിൽ നിന്ന് പുതിയ സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കുകയും അത് മറ്റ് സംസ്ഥാനങ്ങൾ വഴിയും GCC രാജ്യങ്ങൾ വഴിയും ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ടാൽറോപ്പ് ലക്ഷ്യമിടുന്നത്. 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം വിജയിച്ചതോടെ ഒട്ടനവധി കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനും കഴിവുകൾ പല സ്റ്റാർട്ടപ്പുകളായി ഇന്ന് ലോക മാർക്കറ്റിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞെന്നും അനസ് അബ്ദുൽ ഗഫൂർ കൂട്ടിച്ചേർത്തു. ആശങ്കകളെക്കുറിച്ച് നടന്ന ചർച്ചാ പരിപാടിയിൽ ബഹ്റിനിലെ പൊതുസമൂഹത്തിലെ സംഘടനാ നേതാക്കന്മാരും ബിസിനസ് രംഗത്ത് നിന്നുള്ളവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഗൾഫ് മലയാളി ഫെഡറേഷൻ GCC പ്രസിഡന്റ് ബഷീർ അമ്പലായി സദസ്സിനെ സ്വാഗതം ചെയ്ത യോഗത്തിൽ GCC ചെയർമാൻ റാഫി പാങ്ങോട്, ബഹ്റിൻ റിൻ പ്രസിഡന്റ് നജീബ് കടലായി, ജനറൽ സെക്രട്ടറി കാസിം പാടത്തിൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ടാൽറോപ്പ് പ്രതിനിധികളെ ഗൾഫ് മലയാളി ഫെഡറേഷൻ GCC കമ്മിറ്റിയുടെ പ്രവർത്തന സർട്ടിഫിക്കറ്റ് നൽകി. പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ജാസിൻ വീരാൻ നന്ദി രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ GSS പൊന്നോണം 2025 ഭാഗമായി സൊസൈറ്റി അങ്കണത്തിൽ അൽഹിലോ ട്രേഡിംഗ് കമ്പനിയുമായി ചേർന്ന് വർണ്ണാഭമായ അത്തപ്പൂക്കള മത്സരവും സംഗീത റെസ്റ്റോറന്റുമായി ചേർന്ന് പായസ മത്സരവും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനമായി നൽകി. പ്രമുഖ ആർട്ടിസ്റ്റും കലാകാരിയുമായ ലതാ മണികണ്ഠൻ, സിജു ബിനു, അജീഷ് കെ മോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കുടുംബാംഗങ്ങളും കുട്ടികളുമായി നിറഞ്ഞ സദസ്സിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ സനീഷ് കുറുമള്ളിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ദേവദത്തൻ നന്ദിയും രേഖപ്പെടുത്തി. എല്ലാ മലയാളികൾക്കും ഓണാശംസകളും നേർന്നു. GSS പൊന്നോണം 2025 ജനറൽ കൺവീനർ വിനോദ് വിജയൻ, കോർഡിനേറ്റർമാരായ ശിവകുമാർ, ബിസ്മി രാജ്, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. സെപ്റ്റംബർ 4 ഓണക്കളികളും തുടർന്ന് സെപ്റ്റംബർ 12 വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷം ശ്രാവണം 2025 മഹാരുചിമേളയിൽ ബഹ്റൈനിലെ അറിയപ്പെടുന്ന 10 സ്റ്റാർസ് ബഹ്റൈൻ വടംവലി ടീം ഏറ്റവും ആകർഷകമായ സ്റ്റാളിനുള്ള സമ്മാനം കരസ്ഥമാക്കി. ബഹ്റൈനിലെ നിരവധി സംഘടനകൾ ഉൾപ്പെടെ 21ഓളം സ്റ്റാളുകളാണ് മഹാരുചിയിൽ പങ്കെടുത്തത്. ഇതിൽ നിന്നും ഏറ്റവും ആകർഷകമായ സ്റ്റാളായി 10 സ്റ്റാർസ് ബഹ്റൈൻ വടംവലി ടീമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന TV സിനിമ ഫെയിം കലാകാരനായ രാജേഷ് കലേഷാണ് മികച്ച സ്റ്റാളിനെ തിരഞ്ഞെടുത്തത്. BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെ സാന്നിധ്യത്തിൽ ദേപുട്ട് ഓണർ പാർവതി ടീമിന് സമ്മാനം നൽകി. പ്രവാസി ലീഗൽ സൗദി അറേബ്യൻ ചാപ്റ്ററിന്റെ ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ഓഗസ്റ്റ് 30 ശനിയാഴ്ച വൈകിട്ട് 7:30 റിയാദിലെ അൽമാസ് റെസ്റ്റോറന്റ് ഹാളിൽ പ്രവാസി ലീഗൽ സെൽ സൗദി കോർഡിനേറ്റർ പീറ്റർ വർഗീസിന്റെ അധ്യക്ഷതയിൽ സാമൂഹ്യ പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ചീഫ് കോർഡിനേറ്റർ ഷിബു ഉസ്മാൻ, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗഫൂർ കൊയിലാണ്ടി സ്വാഗതവും സെയ്ഫ് കൂട്ടുങ്കൽ കൃതജ്ഞതയും അറിയിച്ചു. പ്രവാസികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ നിയമ വ്യവസ്ഥിതികളിൽ കൂടുതൽ നീതി ലഭ്യമാക്കാൻ ഓരോ സാമൂഹ്യ സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരണമെന്നും ഈ വിഷയത്തിൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഉത്തരവാദിത്വത്തിൽ കൂടുതൽ നിയമപരമായ നടപടികൾ പ്രവാസികൾക്കായി ചെയ്യാൻ സാധിക്കുമെന്നും ഷിഹാബ് കൊട്ടുകാട് സൂചിപ്പിച്ചു. പ്രവാസികൾക്ക് വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ ആവശ്യമായ നിയമസഹായം നൽകുക എന്നതാണ് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യമെന്നും കോർഡിനേറ്റർ പീറ്റർ വർഗീസ് അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനെതിരെ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും ചൈനയും റഷ്യയും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണം സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അംഗീകരിച്ചു. റഷ്യയും ഇന്ത്യയും ചൈനയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ നിലപാടിലേക്ക് എത്തിക്കുന്ന അസാധാരണ ദൃശ്യമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പുറത്തുവന്നത്. വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിയും ഉച്ചകോടിയുടെ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ആലിംഗനവും ചെയ്തു. പുടിനെ കാണുന്നത് ആഹ്ലാദകരമെന്ന് മോദി കുറിച്ചു. പിന്നീട് രണ്ട് നേതാക്കളും ഷീ ജിൻപിങ്ങിന്റെ അടുത്തെത്തി ഹ്രസ്വ ചർച്ചയും നടത്തി. യുക്രൈൻ യുദ്ധം ഇന്ത്യ നടത്തുന്നുവെന്ന ആരോപണത്തിനിടെ നരേന്ദ്രമോദിയും പുടിനും ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിലുമാണ് മടങ്ങിയത്. ഈ ചിത്രവും മോദി ട്വീറ്റ് ചെയ്തിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കുന്നില്ലെന്ന് വ്യക്തമായ സൂചനയാണ് മോദി നൽകിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന സന്ദേശമാണ് പുടിന് മോദി നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് SCO അംഗരാജ്യങ്ങൾ ഇത്തരം ആക്രമണങ്ങളുടെ കുറ്റവാളികളെയും സംഘാടകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രഖ്യാപനം. വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളെ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും SCO അംഗരാജ്യങ്ങൾ വ്യക്തമാക്കി. തീവ്രവാദ ഭീഷണികളെ നേരിടുന്നതിൽ പരമാധികാര രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികളുടെയും പങ്ക് അംഗീകരിക്കുന്നുവെന്ന് SCO അംഗരാജ്യങ്ങൾ പറഞ്ഞു. പഹൽഗാമിൽ നടന്നത് മനുഷ്യത്വരഹിതമായ ആക്രമണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ്
ഉച്ചകോടിയിൽ പറഞ്ഞിരുന്നു. ഭീകരത, വിഘടനവാദം, തീവ്രവാദം എന്നിവയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഭീകരവാദ ധനസഹായവും ഭീകരവാദവൽക്കരണവും നേരിടുന്നതിന് SCO വ്യാപകമായ സമഗ്ര ചട്ടക്കൂട് വേണമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിന്നതിന് സുഹൃത്തുക്കൾക്ക് നന്ദിയെന്നും മോദി അറിയിച്ചു. ഭീകരവാദത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കണക്ടിവിറ്റി പദ്ധതികൾ പരമാധികാരത്തെ മാനിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പരമാധികാരത്തെ മറികടക്കുന്ന കണക്ടിവിറ്റി വിശ്വാസവും അർത്ഥവും നഷ്ടപ്പെടുത്തുന്നുവെന്നും ഐക്യരാഷ്ട്രസഭയിൽ പരിഷ്കാരങ്ങൾ വേണമെന്നും പ്രധാനമന്ത്രി മോദി ഉച്ചകോടിയിൽ വ്യക്തമാക്കി. വോട്ടുകൊള്ളയിൽ ഉടൻ തന്നെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ട് മോഷ്ടിക്കുന്നു എന്നതിനർത്ഥം അധികാരം മോഷ്ടിക്കുന്നു എന്നതാണ്. മഹാരാഷ്ട്രയിൽ 1 ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ നടന്നു. അധിക വോട്ടുകളെല്ലാം ലഭിച്ചത് BJPക്ക്. ആരോപണം ഉയർത്തിയത് കൃത്യമായ രേഖകൾ വെച്ചെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിനു മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പട്നയിൽ പറഞ്ഞു. വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് ചോരിയിൽ ഇനിയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. രാജ്യത്തെ ജനാധിപത്യ ചരിത്രത്തിൽ ബീഹാർ വിപ്ലവകരമായ സംസ്ഥാനമാണെന്നും രാജ്യത്തിന് വോട്ടർ അധികാർ യാത്രയിലൂടെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു. സൗബിൻ ഷാഹിറിന്റെ ആവശ്യം എറണാകുളം മജിസ്ട്രേറ്റ് കോടതി തള്ളി. വിദേശത്ത് സംഘടിപ്പിക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സമാന ആവശ്യം ഉന്നയിച്ച് ഷോൺ ആന്റണി സമർപ്പിച്ച അപേക്ഷയും കോടതി തള്ളി. ദുബായിൽ വെച്ച് നടക്കുന്ന സൈമ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കണമെന്നായിരുന്നു സൗബിന്റെ ആവശ്യം. മികച്ച സിനിമയ്ക്കുള്ള സൈമ അവാർഡ് നേടിയത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. എന്നാൽ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രാഥമിക ഘട്ടത്തിലാണെന്നും കേസിലെ പ്രധാന സാക്ഷി ദുബായിലാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. സൗബിനും സംഘവും ദുബായിലെത്തിയാൽ സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇത് പരിഗണിച്ചാണ് കോടതി സൗബിനും ഷോൺ ആന്റണിക്കും വിദേശയാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.